കിഴക്കൻ മലമേഖലകളിൽ മഴ ശക്തമായി തന്നെ തുടരുന്നു. ഇതുമൂലം ഇരുവഴിഞ്ഞ് ചെറുപുഴകൾ കരകവിഞ്ഞൊഴുകിയത് ഒട്ടുമിക്ക താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. ഇരുവഴിഞ്ഞി പുഴയോട് ചേർന്നതും അതേസമയം താഴ്ന്ന ഭാഗമായ മുക്കം, ചേന്നമംഗളൂർ, പുൽപ്പറമ്പ് അങ്ങാടിയിൽ ഇക്കുറി വെള്ളം കയറിയില്ല. കോടികൾ മുടക്കി റോഡ് ഉയർത്തിയത് ഏറെ ആശ്വാസമായി. വർഷം തോറും പുൽപ്പറമ്പ് അങ്ങാടിയിലും പ്രദേശത്തും വെള്ളത്തിലായ കാഴ്ചകളും കടകൾ സാഹസികമായി ഒഴിപ്പിച്ചു മാറ്റുന്നതും മാധ്യമങ്ങൾ പോലും പലതവണ വാർത്തയാക്കിയിരുന്നു. ഇക്കുറി ഉയർത്തി മനോഹരമായ റോഡാക്കിയതിനാൽ വലിയ അനുഗ്രഹമായി. റോഡിന്റെ ഇരുവശങ്ങളിലും വെള്ളപ്പൊക്കം മൂലം വിശാലമായി കിടക്കുന്ന ജലവിധാനം ദൃശ്യവിരുന്നാവുകയാണ്. പുൽപ്പറമ്പിൽ നിന്നും വെളിപ്പാടകലെയുള്ള പാഴൂർ ഭാഗത്തെ പാലം സ്ഥിതി ചെയ്യുന്ന റോഡ് ഭാഗങ്ങളിൽ വെള്ളം കയറൽ ഒഴിവാക്കാൻ റോഡ് ഉയർത്തണമെന്ന ആവശ്യവും ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴ കരകവിഞ്ഞാൽ ആദ്യം വെള്ളം എത്തുന്ന ഭാഗമാണിത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനാൽ മുക്കം നഗരസഭ, കാരശ്ശേരി, കൊടിയത്തൂർ എന്നീ പഞ്ചായത്തുകളിലെ പല ഭാഗങ്ങളിൽ ഗതാഗതം മുടങ്ങി. ചേന്നമംഗളൂർ കക്കാട് റോഡിലും വെള്ളം കയറി യാത്ര ദുസ്സഹമായി. കച്ചേരി, കുമാരനെല്ലൂർ മൈതാനങ്ങളിൽ വെള്ളം കയറിയത് സമീപവാസികൾക്ക് ഭീഷണിയായി. കക്കാട് തോട് നിറഞ്ഞു ഒഴുകിയതിനാൽ കോട്ടമൂഴിയിലെ താൽക്കാലികമായി നിർമ്മിച്ച പാലം വെള്ളത്തിലായത് തടസ്സമായി. കോട്ടമൂഴിയിൽ പാലത്തിന്റെ പുതുക്കി നിർമ്മാണം നടക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും സൗകര്യമായി നിർമ്മിച്ച പാലമാണ് വെള്ളത്തിലായത്. താൽക്കാലിക പാലം വെള്ളത്തിലായതിനാൽ കക്കാട് അങ്ങാടിയിൽ നിന്നും 300 മീറ്റർ ദൂരെയുള്ള കൊടിയത്തൂരിലേക്ക് കക്കാട്, കാരശ്ശേരി, കറുത്തപറമ്പ്, നെല്ലിക്കാമ്പറമ്പ് വഴി ചുറ്റിക്കറങ്ങി 8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലേ കൊടിയത്തൂർ അങ്ങാടിയിൽ എത്താനും സാധിക്കുകയുള്ളൂ. എൻലൈറ്റ് ന്യൂസ്, മുക്കം.